ശബരിമലയിൽ നമുക്കറിയാം നന്നായി തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ അയ്യപ്പ ഭക്തന്മാർക്ക് വളരെ സുഗമമായി ദർശനം നടത്താൻ വഴിയൊരുക്കുന്നത് 18-ാം പടിയിലെ ഒരു കൂട്ടം പോലീസുകാരുടെ നിത്യ അധ്വാനമാണ്. കുത്തനെയുള്ള 18 പടികൾ കയറുന്ന ഭക്തർ ആ പോലീസുകാരുടെ കൈകളിൽ ഭദ്രമാകുന്നു. അവരുടെ കൈകളിൽ തൂങ്ങിയാണ് അയ്യപ്പ ഭക്തന്മാർ സന്നിധാനത്തേക്ക് കയറുന്നത്. ശബരിമലയിൽ ഓരോ ദിവസം കഴിയുന്തോറും തിരക്ക് വർദ്ധിക്കുകയാണ്. പക്ഷേ അപ്പോഴും തീർത്ഥാടകർക്ക് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. അതിന് കാരണം എനിക്ക് പുറകിൽ കാണുന്ന കേരള പോലീസിന്റെ അധ്വാനമാണ്. സന്നിധാനത്തെ തീർത്ഥാടക തിരക്ക് ഒഴിവാക്കുന്നതിൽ ഈ അധ്വാനത്തിന് നിർണായക പങ്കുണ്ട്. 45 പോലീസുകാരെയാണ് 18-ാം പടിയിൽ ഭക്തരെ പടിചവിട്ടാൻ സഹായിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഓരോ 15 മിനിറ്റിലും ഇവർ മാറിക്കൊണ്ടിരിക്കും. മുൻ വർഷങ്ങളിൽ ഇത് 20 മിനിറ്റായിരുന്നു. കൂടാതെ പടി ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരുടെ ആയാസം ഒഴിവാക്കുന്നതിനായി പടിയിൽ ലാഡർ സംവിധാനവും ഏർപ്പെടുത്തി. മുൻപ് ഒരു കൈ വടത്തിൽ പിടിച്ചുകൊണ്ടായിരുന്നു പോലീസുകാർ അയ്യപ്പന്മാരെ സഹായിച്ചിരുന്നത്. ലാഡർ സംവിധാനം ഏർപ്പെടുത്തിയതോടെ ഇരു കൈകൾ കൊണ്ടും പടി കയറാൻ ഭക്തരെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. മേൽനോട്ടത്തിന് ഡിവൈഎസ്പിമാരും കൊടിമരത്തിന് മുന്നിലുണ്ടാകും. മുൻകാലങ്ങളിൽ മിനിറ്റിൽ 60-ൽ താഴെ ഭക്തരാണ് പടി ചവിട്ടിയിരുന്നതെങ്കിൽ ഇന്ന് 80-ആയി ഉയർന്നു. ഭക്തരെ 18-ാം പടി കയറ്റുന്നതിൽ അനുഭവപ്പെട്ടിരുന്ന തടസ്സമാണ് മുൻവർഷങ്ങളിൽ സന്നിധാനത്തടക്കം തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുവാനും പമ്പയിലും സന്നിധാനം ശരണപാതയിലും മണിക്കൂറുകൾ നീണ്ട ക്യൂവിനും ഇട നൽകിയിരുന്നത്. എന്നാൽ പടി ഡ്യൂട്ടിയിൽ മണ്ഡലകാല ആരംഭം മുതൽ നടപ്പിലാക്കിയ മാറ്റത്തിലൂടെ പടികയറ്റം വേഗത്തിലാക്കുവാനും തീർത്ഥാടക തിരക്ക് ഒഴിവാക്കുവാനും സാധിച്ചു. ക്യാമറമാൻ NS സജീവിനൊപ്പം MG പ്രതീഷ്, 24 സന്നിധാനം.